ഹലോ, നമുക്കിന്നതേ ഈ ഒരു സിൽക്ക് യാണും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഹെയർ ബാൻഡും ഇതെല്ലാം പഴയ സാധനങ്ങളാട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പുതിയൊരു ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഹെയർ ബാൻഡ് എടുക്കാം. ഈ ഒരു ഹെയർ ബാൻഡിലാണ് നമ്മൾ മുഴുവനായിട്ടും ഈ യാൺ വെച്ചിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലായിട്ട് നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കാം. അതിനുശേഷം ഈ ഒരു യാണിനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഒട്ടിക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കും അതൊന്ന് ഒട്ടുവാനായിട്ട്. അതിനുശേഷം ഒട്ടിയിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് ഈ ഹെയർ ബാൻഡിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കണം. ആ ചുറ്റുന്നതനുസരിച്ച് എന്ത് ചെയ്യുക, നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേണം നമുക്കിത് ചുറ്റി കൊടുക്കാൻ, അല്ലെങ്കിൽ ഇതിങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വേഗം പോരും. ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കാം. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് ഭാഗം ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു എക്സാം ബോർഡ് എടുക്കാം. എക്സാം ബോർഡ് നിർബന്ധമൊന്നുമില്ല, ഇപ്പോൾ ഞാനൊരു എക്സാം ബോർഡ് എടുത്തേക്കാണ്. അതിനുശേഷം നമുക്ക് പല കളറിലെ യാൺ എടുത്തായിരുന്നില്ലേ, ഇതുപോലെ ഒരേ കളറിലെ പിങ്ക് കളറിലെ 2, ഗ്രീൻ കളറിലെ, പിന്നെ ഒരു ക്രീം കളറിലെ, ഗോൾഡൻ കളറിലെ 2 യാൺ വീതം എടുത്തേക്കോ കേട്ടോ. അപ്പോൾ ഇത്ര സെൻറ്റിമീറ്റർ ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. നമുക്ക് ആവശ്യം നമ്മുടെ ആ ഒരു നടുഭാഗം കുറച്ച് ഒന്ന് കവർ ചെയ്യാൻ പറ്റുന്ന അത്രയും നീളത്തിലുള്ളത് എടുത്തിട്ട് നമുക്കിത് 2 വെച്ച് എടുത്തിട്ടുണ്ട്, കുറച്ച് വീതി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നമ്മുടെ മുടിയൊക്കെ പിന്നിടുന്ന പോലെ നമുക്കിതൊന്ന് പിന്നിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെയർ ബാൻഡിൻ്റെ ആ നേരത്തെ ചുറ്റിയ യാണിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് കൊണ്ട് ഇതുപോലെ വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആ യാണിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കാം. ഈ യാണിനെ ചുറ്റി നല്ല ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുറച്ച് പശ തേച്ച് കൊടുക്കാം. അത് അവിടെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. തേച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഈ യാണൊന്ന് കട്ട് ചെയ്തിട്ട് കുറച്ച് പശയും കൂടി തേച്ച് കൊടുത്ത് ആ അറ്റം അവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഈ ഒരു പിന്നിട്ട ഈ ഒരു യാണിനെ നമുക്കിത് ഇവിടെ ഒട്ടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പശ ഇവിടെയൊക്കെ തേച്ച് കൊടുക്കുകയാണ്. തേച്ച് നമുക്കിത് അതിനെ ഒന്ന് ഹെയർ ബാൻഡിൽ ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നമുക്കിത് ഈ എക്സാം ബോർഡിൽ നിന്ന് നമുക്കിതിനെ മാറ്റാം. അതിന് ശേഷം മറ്റേ സൈഡിൽ എത്രയോ അളവിലാണോ വന്നത് ആ ഒരു ഭാഗം നോക്കി തന്നെ നമുക്കിത് ഈ ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് മറ്റേ നേരത്തെ ഒട്ടിച്ച ആ ഗോൾഡൻ കളറിലെ യാൺ നമുക്കിതിൽ ഒട്ടിച്ച് ഇതുപോലെ ചുറ്റി കൊടുക്കാം. ചുറ്റി കൊടുക്കുമ്പോൾ കുറച്ച് ഭാഗം നമുക്ക് കൂടുതലാണ്, അപ്പോൾ നമുക്കത് കത്രിക വെച്ച് വെട്ടിക്കളയാം. അതിനുശേഷം ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒന്നുകൂടി നല്ലോണം ഒട്ടിച്ച് ചുറ്റി കൊടുക്കും. അങ്ങനെ അറ്റം വരെ നമുക്ക് ഇത് ചുറ്റി കൊടുക്കാം കേട്ടോ. അങ്ങനെ അറ്റം എത്തി നമ്മളത് ഗ്ലൂ അപ്ലൈ ചെയ്യാണ്. എന്നിട്ട് ആ അറ്റം ഒട്ടിച്ചു കൊടുക്കണം അവിടെ. അങ്ങനെ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡ്, നല്ല കളർഫുള്ളായിട്ടുള്ളൊരു ഹെയർ ബാൻഡ് നമുക്കിവിടെ കിട്ടി. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.